എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് 2026 ജൂൺ മാസത്തിലെ വ്യാഴമാറ്റ ഫലം എങ്ങനെയാണ് എല്ലാ രാശിക്കാർക്കും, ഗുണമാണോ ദോഷമാണോ എന്നൊക്കെ നമുക്ക് നോക്കാം അല്ലേ. അപ്പോഴേ നമുക്ക് ആദ്യം മേടരാശിക്കാർക്ക് എങ്ങനെയാണ് ഈ വ്യാഴമാറ്റം വരുന്നത്, നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ നോക്കാം അല്ലേ. പൊതുവിൽ നല്ല ഗുണങ്ങളും നല്ല നേട്ടങ്ങളും തന്നെയാണ് ഈ വ്യാഴമാറ്റം കൊണ്ട് എല്ലാവർക്കും ഉണ്ടാവുക. പ്രത്യേകിച്ച് മേടരാശിക്കാർക്ക് മാനസികമായിട്ടുണ്ടായിരുന്ന കുറച്ച് ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒക്കെ ഒന്ന് മാറി പുതിയ ഒരു ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ നമുക്ക് പുതിയതായ ഓരോ വഴിത്തിരിവുകളിലേക്കൊക്കെ കാലെടുത്ത് വെക്കാൻ പറ്റുന്ന സമയമാണ് കേട്ടോ. ഒരുപാട് നാളായിട്ട് നമ്മൾ ആഗ്രഹിക്കുകയും അല്ലെങ്കിൽ ഒരുപാട് നാളുകളായിട്ട് നമുക്ക് നേടണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു വർഷമാണിത്. ആരോഗ്യ കാര്യങ്ങളിലൊക്കെ ഒരു ലേശം ശ്രദ്ധ പതിപ്പിച്ചാൽ വളരെ നല്ല ഗുണഫലങ്ങൾ മാത്രം പ്രദാനം ചെയ്യുന്നതായിരിക്കും. പിന്നെ നമുക്കുള്ളത് വിദ്യാഭ്യാസ മേഖലയിൽ നോക്കിയാൽ വിദ്യാർത്ഥികൾക്കൊക്കെ വിദ്യയ്ക്ക് നല്ല പുതിയ വിദ്യകൾ തുടങ്ങുന്നതിനും അതുപോലെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ ഒന്നും കൂടി ശ്രദ്ധ പുലർത്തിയാൽ നല്ല മാർക്ക് വാങ്ങുന്നതിനും നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ച് മുന്നോട്ട് പോകുന്നതിനും ഒക്കെ സാധിക്കുന്ന ഒരു വർഷമാണ് കേട്ടോ. ആരോടും അധികം വാക്കുതർക്കത്തിനൊന്നും നിൽക്കാതെ കണ്ട് എല്ലാവരോടും നല്ലൊരു മനസ്ഥിതിയോടു കൂടി സ്നേഹത്തോടും സഹകരണത്തോടും കൂടി മുന്നോട്ട് പോയാൽ വളരെ നല്ല മെച്ചമുണ്ടാകുന്ന ഒരു വർഷം കൂടിയാണിത്. പിന്നെ നമുക്ക് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, തൊഴിൽപരമായിട്ട് വിജയമാണ് എങ്കിലും പെട്ടെന്ന് നിൽക്കുന്ന ജോലിയിൽ നിന്ന് പെട്ടെന്ന് മാറി വേറൊരു ജോലിയൊക്കെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നവരെ ഒന്ന് കരുതി വേണം, അല്ലെങ്കിൽ അതേക്കുറിച്ച് ആലോചിച്ച് ചിന്തിച്ചൊക്കെ വേണം കേട്ടോ പെട്ടെന്നൊരു മാറ്റത്തിലേക്കൊക്കെ കടക്കാനായിട്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഒരു സ്ട്രക്ക്, അതായത് പെട്ടെന്ന് ജോലിയിലൊരു മന്ദതയൊക്കെ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് വിദേശത്തൊക്കെ പോവാൻ ശ്രമിക്കുന്നവർക്ക് അല്ലെങ്കിൽ അതിനുവേണ്ടി നോക്കുന്നവർക്ക് അത്ര ബെറ്റർ അല്ല, എന്നാലും കുഴപ്പമില്ല കേട്ടോ. കുറച്ച് നമ്മൾ അതിനു വേണ്ടി അധ്വാനിക്കേണ്ടതായിട്ട് വരും, എന്നാലും ശ്രമിച്ചാൽ വിദേശത്ത് പോകാനുള്ള യോഗമുണ്ട്. സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ പൊതുവിൽ പുരോഗതി തന്നെയായിരിക്കും. നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനൊക്കെ വളരെ പെട്ടെന്ന് സാധിക്കുന്ന ഒരു വർഷമാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന വേറൊരു കാര്യം, ദാമ്പത്യ കാര്യങ്ങളിലൊക്കെ പങ്കാളികൾ തമ്മിലൊക്കെ പരസ്പര വിട്ടുവീഴ്ച മനോഭാവങ്ങൾ ഇല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാവുന്ന കലഹം കൊണ്ട് അല്ലെങ്കിൽ എടുത്തുചാട്ടം കൊണ്ട് പല പ്രശ്നങ്ങളും ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു വർഷം കൂടിയാണ്. ആരോഗ്യപരമായിട്ട് കുഴപ്പം ഇല്ല എന്ന് നമ്മൾ പറയുമ്പോഴും പങ്കാളിക്കൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് കൊണ്ടും ദാമ്പത്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം കേട്ടോ. അപ്പം അതുകൊണ്ട് നമ്മൾ എന്താ പറയുക, വഴിപാട് ശിവക്ഷേത്രത്തിൽ ശിവനും പാർവതിക്കും നമുക്ക് കഴിവ് പോലെയുള്ള വഴിപാടുകളൊക്കെ നടത്തി പ്രാർത്ഥിക്കുന്നത് ദാമ്പത്യ ഐക്യമൊക്കെ ഉണ്ടാക്കാൻ പ്രയോജനം ചെയ്യും കേട്ടോ. ശിവകുടുംബമായിട്ടൊക്കെ ഇരിക്കുന്ന ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക, അവിടെ പോയി പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു സമാധാനവും ഐക്യവും ഒക്കെ ഒന്ന് കാത്തു സൂക്ഷിക്കാൻ അതൊരു പ്രത്യേക മേന്മ അല്ലെങ്കിൽ നമുക്കൊരു പ്രത്യേക അനുഗ്രഹമൊക്കെ ഉണ്ടാക്കി തരും കേട്ടോ. പിന്നെ നമുക്ക് പറയാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വളരെ കാലമായിട്ട് വിവാഹമൊക്കെ നോക്കി നടന്നിട്ടേ അതൊന്നും സാധിക്കാതെ കണ്ട് ഇനി എന്ത് ചെയ്യും, എങ്ങനെയാണ് ഒരു കല്യാണം റെഡി ആകുമോ എന്നൊക്കെ വിചാരിച്ച് ആലോചിച്ചിരിക്കുന്നവരെ വിഷമിക്കൊന്നും വേണ്ട. വേണ്ട രീതിയിൽ നമ്മുടെ അന്വേഷണങ്ങൾ അങ്ങ് എത്താത്തത് കൊണ്ടാണ്. വേണ്ട രീതിയിൽ നല്ല രീതിയിൽ അന്വേഷിച്ചാൽ നല്ല വിവാഹ ബന്ധങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുള്ള ഒരു വർഷമാണ് കേട്ടോ. പിന്നെ ഒരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ, വിവാഹം വന്നു കഴിയുമ്പോൾ അതേക്കുറിച്ച് നമ്മൾ നല്ലതുപോലെ ഒന്ന് അന്വേഷിക്കുന്നത് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും കേട്ടോ. നമുക്കൊരു വിജയം അല്ലെങ്കിൽ കുടുംബം ഒക്കെ ആയിട്ട് ഒത്തുപോകുന്നതാണോ എങ്ങനെയാണ് എന്താണെന്നൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് നടത്തിയില്ലെങ്കിൽ ചിലപ്പോൾ അതൊരു മനോദുഃഖത്തിനൊക്കെയുള്ള ഇടയുണ്ടാക്കാൻ സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് ബിസിനസ് രംഗത്ത് നിൽക്കുന്നവർക്ക് നല്ല പുരോഗതിയുള്ളൊരു വർഷമായിരിക്കും. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ കഠിനമായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളൊരു ലക്ഷ്യം വെച്ച് അതിനുവേണ്ടി മുന്നോട്ട് പോയാൽ ഉറപ്പായിട്ടും ഈ വർഷം നമുക്കത് സാധിച്ചെടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം നമ്മൾ ആദ്യമേ പറഞ്ഞു. അതുപോലെ തന്നെ ബിസിനസ്സിലും വളരെ ചിന്തയോടും അല്ലെങ്കിൽ നമ്മൾ കരുതലോടു കൂടിയൊക്കെ പ്രവർത്തിക്കുക. ഒരുപാട് സാമ്പത്തികം കൊണ്ടുപോയി നമ്മൾ അതിലേക്ക്
പുതിയതായിട്ട് ഇടാതെ ഉള്ള ഇതിൽ നിന്ന് കൂടുതൽ സാമ്പത്തികം നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക കേട്ടോ. പുതുതായിട്ട് പെട്ടെന്ന് ബ്രാഞ്ച് ഇടുക, അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നിൽക്കുമ്പോൾ ചിലപ്പോൾ ചെറിയ ചെറിയ അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു ധനം പെട്ടെന്ന് നമ്മുടെ കയ്യിലേക്ക് എത്തിയില്ല എങ്കിൽ ചിലപ്പോൾ നമുക്കതൊരു മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാതെ ചെയ്ത ഇൻവെസ്റ്റിൽ നിന്ന് കൂടുതൽ ലാഭം നേടിയെടുക്കുവാൻ വേണ്ടി കഠിനമായിട്ട് ശ്രമിക്കുന്നതൊക്കെ ഈ വർഷം നമുക്ക് ഗുണഫലത്തെ പ്രദാനം ചെയ്യും കേട്ടോ. പിന്നെ നമുക്ക് പുതിയതായിട്ട് വീട് വാങ്ങണം അല്ലെങ്കിൽ സ്ഥലം വാങ്ങണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനൊക്കെ പറ്റുന്ന ഒരു വർഷമാണിത്. നമുക്ക് വീടോട് കൂടിയുള്ള സ്ഥലമോ അല്ലെങ്കിൽ സ്ഥലം തന്നെ വാങ്ങിയിട്ട് വീട് പണിയാനും ഒക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കും. ഈ അശ്വതി നാളുകാര് പൊതുവിൽ ശുദ്ധാത്മാക്കളും ശുദ്ധഹൃദയരും ഒക്കെ ആണെങ്കിലും ഇവര് പെട്ടെന്ന് ഒരാൾ വാശി കയറ്റി കൊടുത്താൽ ഇവർ കുറച്ചും കൂടി കാര്യങ്ങൾ സ്മൂത്തായിട്ട് വേഗം ചെയ്യും. നമ്മൾ പറയാ അപ്പൊ അവര് സ്ഥലം വാങ്ങണമെന്ന് പറയുമ്പോൾ അതൊക്കെ വലിയ കഷ്ടപ്പാടാണ്, നടക്കത്തൊന്നുമില്ല, അത് ചുമ്മാ പറയല്ലേ എന്നൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും അല്ല, ഒരു 50% ആൾക്കാർക്കും ആ വാശിപ്പുറത്ത് എന്നാൽ ഞാനൊന്ന് കാണിച്ചു കൊടുക്കുക എന്നുള്ള ഒരു മൈൻഡിൽ അതിനുവേണ്ടി കഠിന ശ്രമം ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവരുടെ നമുക്കൊരു ക്യാരക്ടർ അറിയാമെങ്കിൽ നോർമലി നമ്മുടെ വീട്ടിലുള്ളവർക്കൊക്കെ ആ വീട്ടിലുള്ളവരുടെ ക്യാരക്ടർ അറിയാൻ പറ്റും. അപ്പം അത് വെച്ച് ഒന്ന് ബൂസ്റ്റ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നത് സ്പീഡിൽ നല്ല രീതിയിൽ നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു വർഷമാണ് കേട്ടോ ഇത്. പൊതുവിൽ നമുക്ക് ഏത് കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോഴും ഈശ്വര വിചാരത്തോടു കൂടിയും അല്ലെങ്കിൽ നമ്മൾ ദൈവമേ എന്നുള്ള ഒരു പ്രാർത്ഥനയോട് കൂടിയൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് മെച്ചമുണ്ടാകുന്ന ഒരു വർഷം കൂടിയാണ്. പിന്നെ നമ്മൾ പെട്ടെന്ന് ഈ ഗുണഫലങ്ങളെല്ലാം നമുക്ക് പ്രദാനം ചെയ്യാൻ വേണ്ടിയിട്ട് ആരെയും ഉപദ്രവിക്കാതിരിക്കുക, ആരെക്കുറിച്ചും നമ്മൾ കള്ള് പറയുക, അതായത് കള്ളം പറയാതിരിക്കുക, ആരുടെയും മനസ്സ് വിഷമിപ്പിക്കാതിരിക്കുക, നമ്മൾ കൂടുതലും പുണ്യപ്രവർത്തികൾ ചെയ്യുക, ദാനം പോലെയുള്ളവ ചെയ്യുക, ക്ഷേത്ര ദർശനങ്ങൾ കഴിയുന്നത്രയും നമുക്ക് നമ്മുടെ ആചരണം അനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം അനുസരിച്ചുള്ള ദേവത അല്ലെങ്കിൽ ആ ശക്തി ഏത് തന്നെയാണെങ്കിലും അവരുടെ അടുത്ത് ദർശനം നടത്തുക, പ്രാർത്ഥിക്കുക ഒക്കെ ചെയ്യുക. നമ്മൾ കൂടുതൽ ദൈവീകമായിട്ട് തന്നെ കൂടുതൽ സമ്പർക്കം പുലർത്തുക, ക്ഷമ പരിശീലിക്കുക, ഒരു ശീലമാക്കുക, എടുത്തു ചാടിയൊന്നും പ്രവർത്തിക്കാതിരിക്കുക, അതുപോലെ എല്ലാവരോടും നല്ലത് ചെയ്യുക, നല്ലത് പറയുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ പുരോഗതിയിലെത്താനും ഉള്ള പുരോഗതി വർദ്ധിപ്പിക്കാനും ഒക്കെ സാധിക്കും കേട്ടോ. അതുപോലെ സാമ്പത്തികമായ ഭദ്രതയ്ക്കും ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൂടുതൽ ഗുണഫലത്തെ പ്രദാനം ചെയ്യും. കാരണം പെട്ടെന്നുള്ള എടുത്തുചാട്ടം, ദേഷ്യമൊക്കെ ഈ മേടരാശിക്കാർക്കിടെ ഒരു പ്രശ്നമാവാറുണ്ട്. ഉള്ളിലൊന്നും വെച്ചിട്ടല്ലെങ്കിൽ പോലും മറ്റുള്ളവരുടെ കാര്യത്തിൽ ഓവറായിട്ട് നമ്മൾ കയറി അഭിപ്രായം പറയുകയും ഇടപെടുകയൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ അവർക്കത് ഭയങ്കരമായിട്ടുള്ള ഒരു അകൽച്ച മനോഭാവമൊക്കെ സൃഷ്ടിക്കാൻ സാധ്യതയുമുണ്ട്. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം സൂക്ഷിക്കുന്നത് ബെറ്റർ ആയിരിക്കും. പിന്നെ നമ്മൾ പൊതുവിൽ എല്ലാവരും ഈ മേടരാശിയിലുള്ള എല്ലാവരും നല്ല രീതിയിൽ ഈശ്വര പ്രാർത്ഥനയും നമുക്ക് കഴിവ് പോലെയുള്ള ദാനധർമ്മങ്ങളും ഒക്കെ ചെയ്യുക. മാതാപിതാക്കളോടും കുട്ടികളോടും മുതിർന്നവരോടും ഒക്കെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി നമ്മൾ പെരുമാറുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പൊതുവിൽ നമുക്ക് വളരെ നല്ല ഗുണഫലങ്ങളും വളരെ നല്ല നേട്ടങ്ങളും വളരെ നല്ല സന്തോഷവും തന്നുകൊണ്ടായിരിക്കും ഈ വ്യാഴമാറ്റം നമുക്ക് എത്തിച്ചേരുക കേട്ടോ. അപ്പോൾ അതെങ്ങനെ വേണം, അതുകൊണ്ട് നമുക്ക് ഗുണം മേടിക്കണോ ദോഷം മേടിക്കണോ എന്നുള്ളത് നമ്മുടെ ചിന്തയും പ്രവൃത്തിയും പോലെയൊക്കെ ഇരിക്കും. അപ്പം അതുകൊണ്ട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക, നല്ല നല്ല കാര്യങ്ങൾ പറയുക, കേൾക്കുക. അപ്പോൾ നമുക്കും കൂടുതൽ നല്ലത് ചെയ്യാൻ പറ്റും. പിന്നെ ആരോഗ്യ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് എക്സസൈസ്, യോഗ, മെഡിറ്റേഷൻ പോലെയുള്ളവ ഒരിക്കലും മുടക്കാതെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമാക്കി മുന്നോട്ട് കൊണ്ടുപോയാൽ നമുക്ക് കൂടുതൽ നാൾ സന്തോഷത്തോടും സമാധാനത്തോടും കൂടി നമുക്ക് അടിച്ചു പൊളിച്ച് അങ്ങ് ജീവിക്കാം അല്ലേ. അപ്പം ഇത്രയും സമയം എന്നോടൊത്ത് ഈ ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി, നമസ്കാരം.